കോഴിക്കോട് കുറ്റ്യാടിയിലെ രാസലഹരി ഉപയോഗവും പെൺവാണിഭ കേസിലും പോലീസ് ഒളിച്ചു കളിക്കുകയാണെന്ന് കോൺഗ്രസ്. കേസ് അന്വേഷിക്കാതെ പ്രതികളെ പോലീസ് സംരക്ഷിക്കുകയാണെന്നാണ് ഉയരുന്ന ആരോപണം. കുറ്റ്യാടി സ്വദേശിയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് മയക്കുമരുന്ന് നൽകി ലൈംഗികമായി ഉപയോഗിച്ചുവെന്ന പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മുഖ്യപ്രതി അജ്നാസിനെതിരെ പരാതി ലഭിച്ചിട്ടും പ്രതികളെ കണ്ടെത്താനും കുട്ടികളുടെ നഗ്നചിത്രങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുക്കാനോ പോലീസ് തയ്യാറായില്ലെന്നും ആരോപണം ഉയരുന്നുണ്ട്. അജ്നാസ് യക്കൂബും അദ്ദേഹത്തിന്റെ ഭാര്യ ഉപയോഗിച്ചിട്ടുള്ള ഫോണുണ്ട്. ആ ഫോൺ കൃത്യമായിട്ട് പരിശോധന നടത്തണം. അതിന്റെ കോൾ റെക്കോർഡുകൾ പരിശോധിക്കണം. അതിൻ്റെ അകത്ത് ഫോറൻസിക് പരിശോധന നടത്തി വീഡിയോകൾ ഉൾപ്പെടെയുണ്ട് എന്നാണ് പറയുന്നത്. അത് ഉൾപ്പെടെ പരിശോധിക്കണം. കുറ്റ്യാടി സ്റ്റേഷനിലെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി ബന്ധപ്പെട്ടുള്ള ഉന്നതമായിട്ടുള്ള ഏജൻസിയെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കണം. ഇതിന്റെ പിന്നിലുള്ള വലിയ മാഫിയ സംഘങ്ങളെ പുറത്തു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടെ നിരവധി പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ കേസിൽ ഉൾപ്പെട്ടിട്ടും കേസിൽ കാര്യക്ഷമമായ അന്വേഷണം നടത്തിയില്ലെന്ന് മാത്രമല്ല, കേസ് ഒതുക്കി തീർക്കാനാണ് ശ്രമമെന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ശബ്ദ സന്ദേശവും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. എല്ലാ വസ്തുതകളും ശരിയല്ലെങ്കിൽ കൂടി ചിലത് കേസിന്റെ തുടക്കത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങളാണ്. അതിൽ എത്രത്തോളം ശരിയുണ്ട് എന്നുള്ളത് അന്വേഷണത്തിന്റെ അവസാനം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അന്വേഷണാവസ്ഥയിലുള്ള ആ കേസിന്റെ കാര്യങ്ങളെക്കുറിച്ച് ഇതുപോലെ പരസ്യമായ പ്രതികരണങ്ങൾ നടത്തുന്നത് കേസിന്റെ അന്വേഷണത്തെ ബാധിക്കും. ഇതിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളുടെ കുടുംബത്തിനും ജീവനും തന്നെ ഹാനികരമായ രീതിയിൽ ബാധിക്കുന്ന കാര്യങ്ങളാണ്. കൃത്യമല്ലാത്ത അറിവില്ലാത്ത വാട്സപ്പ് സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത് ദയവ് ചെയ്ത് അവസാനിപ്പിക്കണമെന്ന്. കേസിൽ MDMA എത്തിച്ചു നൽകുന്ന ഡീലർമാരെ കണ്ടെത്തണമെന്നും പരാതിക്കാർ ഉന്നയിച്ച പെൺവാണിഭത്തിനായി ഉപയോഗിച്ച റിസോർട്ട് കണ്ടെത്തണമെന്നും കേസ് അന്വേഷണത്തിൽ നിന്ന് നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റണമെന്നുമാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. കഴിഞ്ഞ ദിവസമാണ് 18 വയസ്സുകാരന്റെ പെൺസുഹൃത്തിനെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തുവെന്ന പരാതി നൽകിയത്. പരാതിയെ തുടർന്ന് അജ്നാസിനെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. എന്നാൽ കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലെ ചില ഉദ്യോഗസ്ഥർ അജ്നാസിൽ നിന്നും MDMA കൈപ്പറ്റിയിരുന്നതായും 18-കാരൻ ആരോപിച്ചു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.